എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അങ്കണവാടി പ്രവർത്തന രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പുതിയ ഉത്തരവുകളും ഗൈഡ് ലൈനും കൃത്യമായി അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് മുടക്കം കൂടാതെ എല്ലാ ഗുണഭോക്താക്കൾക്കും സേവനങ്ങൾ എത്തിക്കാനും ഉറപ്പാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. കൃത്യമായി അതിൻ്റെ ഒന്നാം ഭാഗമായിട്ട് നമ്മൾ മുന്നിൽ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രധാനപ്പെട്ട 16 ദിവസം എന്നുള്ളത്. ഭാരത സർക്കാരിൻ്റെ പുതിയ ഗൈഡ് ലൈൻ പ്രകാരം മാറ്റം വന്നിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ സെഷനിലൂടെ വിവരിച്ചത്. അതായത് അങ്കണവാടിയിൽ നിന്നും പ്രീ സ്കൂൾ സേവനം സ്വീകരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും HCM ഉൾപ്പെടെയുള്ള സേവനങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 16 ദിവസമെങ്കിലും ആ കുട്ടികളുടെ ഹാജർ നില ഉറപ്പാക്കണമെന്നുള്ളതായിരുന്നു പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവുണ്ടായിരുന്നത്. അതേ ഉത്തരവ് തന്നെയാണ് THR സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും നിലവിൽ വന്നിട്ടുള്ളത്. അതായത് നമുക്കറിയാം, അങ്കണവാടിയിൽ നിന്നും സേവനങ്ങൾ സ്വീകരിക്കുന്നതിന് ആധാർ പ്രകാരം ഗുണഭോക്താക്കളെ നമ്മൾ പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സർവീസുകൾ യഥാസമയം സ്വീകരിക്കുന്നതിന് അവരുടെ EKYC FRS ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ 2-way ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും നാളിതുവരെ നമ്മൾക്ക് മുടക്കം കൂടാതെ THR വിതരണം സാധ്യമായിരുന്നു. എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം ഏപ്രിൽ മാസം 2026 മുതൽ കർശനമായി ഉത്തരവ് നടപ്പിലാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ഇനി കിട്ടാൻ പോകുന്ന ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, THR കിട്ടാത്ത ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നാം ഭാഗമായിട്ടായിരുന്നു ആ പ്രീ സ്കൂൾ കുട്ടികളുടെ 16 ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചത്. അതേപോലെ തന്നെയാണ് ഇനി മുതൽ ഗുണഭോക്താക്കൾക്ക്, അതായത് THR സ്വീകരിക്കുന്ന 6-3 കുട്ടികളായിക്കോട്ടെ, പ്രഗ്നൻറ്റ് വുമൺ ആയിക്കോട്ടെ, ലാക്ടേറ്റിംഗ് മദർ ആയിക്കോട്ടെ, ഈ THR സ്വീകരിക്കുന്ന ഈ കാറ്റഗറിയിലുള്ള ഗുണഭോക്താക്കൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ മുടക്കം കൂടാതെ സേവനങ്ങൾ കിട്ടുന്നതിന് കുറച്ച് മാനദണ്ഡങ്ങളാണ് പുതിയ ഗൈഡ് ലൈൻ പ്രകാരം വന്നിട്ടുള്ളത്. ആയത് നമ്മൾ മനസ്സിലാക്കി അത് കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രമാണ് മുടക്കം കൂടാതെ ഇവർക്ക് സേവനങ്ങൾ എത്തിക്കാൻ കഴിയുകയുള്ളൂ. ആ ഡീറ്റെയിലാണ് ഇനി പറയാൻ പോകുന്നത്. കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. അതായത് നമുക്കറിയാം, ഈ സാമ്പത്തിക വർഷം 4 ക്വാർട്ടറുകളായി തിരിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസമാണ് ആ ക്വാർട്ടർ തുടങ്ങുന്നത്. ആദ്യത്തെ ക്വാർട്ടർ എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ ആകുന്ന സമയം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറാണ് രണ്ടാമത് ക്വാർട്ടർ. ഒക്ടോബർ, നവംബർ, ഡിസംബർ മൂന്നാമത് ക്വാർട്ടർ ആകുമ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ചാണ് അവസാനത്തേത് 4ാമത്തെ ക്വാർട്ടർ. ഈ 4 ക്വാർട്ടറുകളായി തിരിക്കുന്നത് തന്നെ കൃത്യമായി നിങ്ങൾ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഈ മാസം ജൂലൈ മാസത്തിൽ നമ്മൾക്കിനി ഗുണഭോക്താക്കളായി അല്ലെങ്കിൽ THR സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ 3 കാറ്റഗറിയിലുള്ള ഗുണഭോക്താക്കൾക്കും ഇനി പൊടി വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ മാനദണ്ഡത്തിന് അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരിക്കും ഇവർക്ക് പൊടികൾ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് പോഷൻ ട്രാക്കറിൽ ഏപ്രിൽ 2026 കാലഘട്ടത്തിൽ നിങ്ങൾ എത്ര ഗുണഭോക്താക്കൾക്കാണോ ഫേസ് വെരിഫിക്കേഷനിലൂടെ പൊടി വിതരണം ചെയ്തത് അവർക്ക് മാത്രമേ പൊടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഗൈഡ് ലൈനാണ് നിലവിൽ വന്നിട്ടുള്ളത്. ആദ്യത്തെ ട്രയലായ രൂപത്തിൽ, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിൽ കർശനമായിരുന്നില്ല എങ്കിലും ജൂലൈ 1 മുതൽ വളരെ കർശനമായിട്ടാണ് നിലവിൽ ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാസമെങ്കിലും കൃത്യമായി നിങ്ങൾ ഈ ഗുണഭോക്താക്കൾക്ക് ഫേസ് വെരിഫിക്കേഷനിലൂടെ പൊടി കൊടുത്തതായിട്ട് കാണിച്ചാൽ മാത്രമാണ് ഇനി വരുന്ന ഒക്ടോബർ മാസത്തിൽ അവർക്ക് പൊടി കൃത്യമായി മുടക്കം കൂടാതെ കിട്ടുകയുള്ളൂ എന്നുള്ളത് കൂടി തിരിച്ചറിയുക. ഓരോ ക്വാർട്ടറുകളിലും നിശ്ചയിച്ചിട്ടുള്ള ഓരോ മാസങ്ങളിലെ മാനദണ്ഡപ്പെടുത്തിയിട്ടായിരിക്കും THR വിതരണം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ജൂലൈ മാസത്തിൽ നമുക്കിനി പൊടി വിതരണം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എത്ര ഗുണഭോക്താക്കൾക്കാണോ ലാസ്റ്റ് പേജ് എടുത്ത് 25 ദിവസം മാർക്ക് ചെയ്ത് നമ്പർ ഓഫ് പാക്കറ്റ്സ് കൊടുത്ത് തൊട്ട് താഴെ കാണുന്ന ഫോട്ടോയ്ക്ക് നേരെ ഫേസ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് അവരുടെ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയം 25 ഡേയ്സ് THR ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന സന്ദേശം കിട്ടിയവർക്ക് മാത്രമാണ് നമ്മൾക്ക് ജൂലൈ മാസത്തിൽ പൊടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ നിന്നും ഇനി നമുക്ക് ഫോട്ടോ എടുക്കാനോ തിരുത്താനോ എഡിറ്റ് ചെയ്യാനോ സാധിക്കില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷേ ജൂലൈ മാസം നമ്മൾക്ക് ഇന്ന് മുതലെങ്കിലും കൃത്യമായി നിങ്ങൾ THR മാർക്ക് ചെയ്യുമ്പോഴാണ് തുടർന്നുള്ള ഒക്ടോബർ പോലെയുള്ള മാസങ്ങളിൽ ഈ ഗുണഭോക്താക്കൾക്ക് THR മുടക്കം കൂടാതെ അവരുടെ വിഹിതം വരികയുള്ളൂ എന്നുള്ളത് കൂടി തിരിച്ചറിയുക.